ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. രവീന്ദ്രൻ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് എല്ലാവരെയും വിളിച്ചിരുത്തിയിരിക്കുന്നത്, എന്താ കാര്യമെന്ന്. അത് പിന്നെ ഒരു സിനിമയുണ്ട്, ഇപ്പം കാണിക്കാമെന്ന് പറയും. എന്തിനെക്കുറിച്ച് ആരെക്കുറിച്ചാണെന്നൊക്കെ പറയുമ്പോഴത്തേന് സച്ചി ആ വീഡിയോ ഇട്ട് കാണിക്കുകയാണ്. സുധി പാർക്കിൽ പോയി കിടക്കുന്നതും കഴിക്കുന്നതും അവിടെ നിന്ന് കളിക്കുന്നതും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും സങ്കടമാകുന്നുണ്ട്. ശരിക്കും ചന്ദ്രമതി പെട്ടിരിക്കുന്ന പോലെ ഇരിക്കും. അന്നേരം രേവതിക്കും വർഷയ്ക്കും ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ശ്രുതി അങ്ങ് സങ്കടപ്പെട്ടിരുന്ന് കരയുന്നുണ്ട്. വർഷ പിന്നീട് ശ്രുതിയോട് പറയും, എന്നാലും ചേച്ചിയുടെ ഹസ്ബൻഡ് ആള് കൊള്ളാമല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാ പറ്റുന്നതെന്ന്. അന്നേരം ശ്രുതി ഒന്നും മറുപടി പറയത്തില്ല, നിന്ന് കരയുന്നു മാത്രം ചെയ്യുന്നുള്ളൂ. ശ്രുതി എന്നാലും ഓർക്കുന്നുണ്ട്, ഒരിക്കൽ പാർക്കിൽ ചെന്നപ്പോഴത്തേന് ശ്രുതി എവിടെ ഇരിക്കുന്നതും എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ക്ലയൻറ്റിനെ കാണാൻ വന്നതാ, അപ്പം ഒരു ഡീൽ ഉറപ്പിക്കാനായിട്ട് വന്നതാന്നൊക്കെ പറയുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് അതുവരോടെല്ലാം പറയും ക്ലയൻറ്റിനെ കാണാനൊക്കെ ചിലപ്പം പാർക്കിൽ പോകാറുണ്ടെന്ന്. ഇത് പാർക്കിൽ പോയത് ക്ലയൻറ്റിനെ കാണാനൊന്നും അല്ല, ഫുൾ വീഡിയോ കാണാൻ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും ശ്രുതിയെക്കുറിച്ചുള്ളത് സച്ചി കാണിച്ചു കൊടുക്കും. പിന്നെ ശ്രുതിക്കൊന്നും പറയാനില്ല. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നതേ അങ്ങ് തുടങ്ങും. വഴി തന്നെ പൂക്കട കൊണ്ട് വെച്ചിരിക്കുന്നു. ബാക്കിയുള്ളവർ ജോലിയും കഴിഞ്ഞ് വരുമ്പോഴത്തേന് ആ പൂക്കട കാണുന്നത് തന്നെ സഹിക്കത്തില്ല, എത്രയും പെട്ടെന്ന് ആ വഴി പൂക്കട പറിച്ച് കളഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് വരുന്നത്. ചന്ദ്രമതി അവിടെ നിന്ന് കയ്യും കാലുമൊക്കെ കാണിക്കുന്നുണ്ട്, ഇനി ഒന്നും പറയല്ലേ എന്ന്. അപ്പോൾ വന്നിരുന്ന് കഴിയുന്ന ഉടനെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ കടയിൽ ഷോറൂമിൽ എങ്ങനെയാ പുതിയ കാറൊക്കെ ഉണ്ടോന്ന്. ഉണ്ടച്ചാ, എല്ലാം വില കൂടിയ കാറുകളാന്ന് പറയും. എന്നിട്ട് എങ്ങനെയാ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോന്ന് ചോദിക്കും. ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, കേട്ടോ ശ്രുതി, ഇന്ന് കടയിൽ വന്നത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ആക്ടറായിരുന്നു, ആരാന്ന് ചോദിക്കുന്നൊക്കെ ചോദിക്കും. എന്നെ സച്ചി എന്നെ ചോദിക്കും, ആരായിരുന്നു എന്ന് ചോദിക്കും. എന്നെ പറയും നിവിൻ പോളിയായിരുന്നു, എന്നെയാണ് മാനേജർ നിവിൻ പോളിയെ ഡീൽ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത്. എൻ്റെ വാചാലത കൊണ്ട് ഒരു കാർ എടുക്കാൻ വന്ന അദ്ദേഹം 2 കാർ എടുത്തു. എന്നെ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള വിടായി അങ്ങ് അടിച്ചു വിടുകയാണ് ശ്രുതി. പക്ഷെ മാക്സിമം നിന്ന് കാണിക്കുന്നുണ്ട് ചന്ദ്രമതി ഇനിയൊന്നും പറയണ്ട എന്നൊക്കെ. ഉടനെ ശ്രുതി പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം നുണയാണെന്ന്. സച്ചി പക്ഷേ അതെല്ലാം പ്രോത്സാഹിപ്പിച്ച് എത്രയിടം വരെ പോകുന്നുള്ള പരുവത്തിൽ നോക്കട്ടെന്ന് തന്നെയാണ് ചോദിക്കുന്നത് ഓരോന്നും. എന്നാൽ പിന്നെ നമുക്ക് നിവിൻ പോളിയുടെ ഒരു സിനിമ കണ്ടാലോ, പുതിയ പടമാണ്, നീ ഒന്ന് കണ്ടു നോക്കാന്നൊക്കെ ശ്രുതിയോട് പറയാം. ശ്രുതിയോട് പറയാം, എന്നാൽ പിന്നെ കണ്ടേക്കാം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഗമയ്ക്ക് അങ്ങോട്ട് ഇരിക്കുന്നത്. ഉടനെ തന്നെ സച്ചി ആ വീഡിയോ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പാർക്കാണ് ആദ്യം കാണിക്കുന്നത്. ഉടനെ ശ്രുതി പറയും, അയ്യോ ഇത് നമ്മുടെ ടൗണിലുള്ള പാർക്കല്ലേ എന്ന്. അതെ, അവിടെയാണ് ഷൂട്ടിങ് നടന്നതെന്ന് സച്ചി പറയും. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞില്ലല്ലോ, ഇപ്പം അറിയാമല്ലോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അന്നേരം ശ്രുതിയുടെ ഓരോരോ ഭാവങ്ങൾ വരുമ്പോഴത്തേന് ശ്രുതിയോട് ചാടി അങ്ങ് എഴുന്നേക്കും. എല്ലാവരും എല്ലാം അറിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഉടനെ സച്ചി പറയും, നീ അവിടെ ഇരിക്കും, ബാക്കിയും കാണിക്കാമെന്ന് പറഞ്ഞ് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതി അങ്ങ് കരയുന്ന പരുവത്തിലാണ് നിൽക്കുന്നത്. ശ്രുതി നിന്ന് കരയുകയാണ്. അന്നേരം സച്ചി പറയും, നീ എന്തൊക്കെ ബെടായി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നേ, ഇപ്പം കണ്ടില്ലേ സത്യാവസ്ഥയൊക്കെ എല്ലാവർക്കും മനസ്സിലായി. നീ എന്നെ എന്തെല്ലാമാണ് പറഞ്ഞത്, എനിക്ക് 2 ദിവസം ജോലി ഇല്ലാതിരുന്നപ്പോൾ ബാറിൽ പോയി ജോലി ചെയ്യടാ, അവിടെ ചെയ്യടാ, ഇവിടെ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞില്ലേ. എനിക്ക് എന്ത് ജോലിയും ചെയ്യാൻ മനസ്സുണ്ട്, ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ടടാ. പക്ഷെ നീ അങ്ങനെയാണോ, രാവിലെ പൊതിയും കെട്ടിപ്പോയി പാർക്കിൽ കിടന്ന് ഉറക്കവും കഴിഞ്ഞ് തീറ്റയും കഴിഞ്ഞിട്ട് വരുന്നതല്ലേ, എന്നിട്ട് നീയാണ് എന്നെ ഉപദേശിക്കാൻ വന്നതെന്ന് പറഞ്ഞ് സച്ചി അങ്ങ് കിടന്ന് കത്തി കയറുന്നുണ്ട്. ശ്രുതിയോടും ചെന്ന് പറയുന്നുണ്ട്, പൗഡറെടുത്തി എന്നാ ഇപ്പം മനസ്സിലായില്ലേ, ഭർത്താവ് ഇപ്പം എന്താ ജോലിക്ക് പോകുന്നൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ലേ. എന്നെ എന്തെല്ലാമാണ് നിങ്ങൾ 2 ദിവസം ജോലി ഇല്ലാതിരുന്നപ്പം പറഞ്ഞത്. നിന്നെപ്പോലല്ല ശ്രുതി, ജോലി കഴിഞ്ഞ് വരുന്നതാണ്, അതുകൊണ്ട് നീ പറയുന്ന പോലൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ചവളല്ലേ. എന്നിട്ട് ഇപ്പം എന്തായി, നിവിൻ പോളിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ശ്രുതി നിന്ന് കരയുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ. ചന്ദ്രമതിയോട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്കിതെല്ലാം അറിയാമായിരുന്നല്ലേ എന്ന്. അപ്പം ചന്ദ്രമതി വിക്കിയാണേലും പറയും, അറിയാമായിരുന്നു. നീ എൻ്റെ അടുത്തുനിന്ന് കള്ളത്തരം കാണിക്കുന്നത് ഇതുവരെ നിർത്തിയില്ലല്ലേ. നേരത്തെ മുദ്രപത്രം കൊണ്ട് വെച്ചപ്പോഴും ഇതുപോലായിരുന്നു, അന്നേ ഞാൻ നിന്നെ വാൺ ചെയ്തു, എന്നിട്ട് നീ പഠിച്ചിട്ടില്ലെന്ന് പറയും. ഇവൻ്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് അമ്മയാണ്. രാവിലെ മകന് പൊതിയും കെട്ടി കൊടുത്തു വിട്ടിരിക്കുന്നു എന്നൊക്കെ പറയും. അവൻ ജോലി അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചന്ദ്രമതിയും കിടന്ന് ഉരുളുന്നുണ്ട്. രേവതി അപ്പം പറയും, ഞാൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് ശ്രുതി ഓർക്കരുത്, എന്നാലും പറയുകയാണ്, ഇദ്ദേഹത്തിന് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഡ്രൈവർ പണിയെ എപ്പോഴും ശ്രുതി താഴ്ത്തി കെട്ടിയേ സംസാരിച്ചിട്ടുള്ളൂ. എന്തൊക്കെയായെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടല്ലോ. നിങ്ങളുടെ ഭർത്താവ് അങ്ങനെയാണോ, ഇസ്തിരിയിട്ട ഡ്രസ്സുമായിട്ട് പോയി പാർക്കിൽ കിടന്ന് ഉറങ്ങിയിട്ട് വരുന്ന പരിപാടിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി നിന്ന് കരയുകയാണ്.
ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.